തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചതിൽ ഭക്ഷണ സാമ്പിളുകളുടെ ഫലം ഇന്ന് പുറത്തുവരും. സംഭവത്തിൽ ഇതുവരെ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ പരാതി ഉയർന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺ മോഹൻ ചേരുകയാണ്. അരുണ്, ഗൗരവതരമായ ഒരു സംഭവമാണ്. പക്ഷെ എന്താണ് റീസൺ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ടല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. കാരണം ഇപ്പോഴും അതിന്റെ ഫലം കാത്തിരിക്കുകയാണ്. ഈ പറയുന്ന എല്ലാവരും ഫലം കാത്തിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു നിലമേൽ സ്വദേശിയായ ഷാജിയും കുടുംബവും ഈ പറയുന്ന വിഴിഞ്ഞത്തെ ഈ ഹോട്ടലിൽ എത്തുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. തുടർന്ന് ഷാജിയുടെ ഭാര്യ മാതാവ് റഷീദ ബീവിയും മരണത്തിന് കീഴടങ്ങുന്നത്. നമുക്ക് അതോടുകൂടിയായിരുന്നു ഈ വിഷയം ഏറെ ചർച്ചയാവുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തുള്ള 2 പേരുകൂടെ ഈ ഭക്ഷണം കഴിച്ച് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതും പരിശോധിക്കുന്നുണ്ട് ആരോഗ്യ വിഭാഗം. ഇത്തരത്തിൽ കഴിച്ചവരുടെ ആരൊക്കെ കഴിച്ചിട്ടുണ്ടോ, എടുക്കാൻ പറ്റുന്ന ലിസ്റ്റുകൾ എടുത്ത് പരിശോധിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്നലെ ശേഖരിച്ച സാമ്പിളിന്റെ ഫലം വരണം. സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് സാമ്പിളിന്റെ ഫലം വരും. അത് വന്നാൽ മാത്രം പോരാ. ഈ പറയുന്ന മരണകാരണം അറിയണമെങ്കിൽ രാസപരിശോധന ഉൾപ്പെടെ വേണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം. ഒക്കെയും ഇനിയും വരാനുണ്ട്. വന്നാൽ മാത്രമേ ഒരു പൂർണ്ണമായ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഇന്നലെ ഈ പറയുന്ന വിഷയത്തെ തുടർന്ന് തന്നെ അവിടെ ചടയമംഗലം പോലീസ് ഈ ഹോട്ടൽ അടച്ചിട്ട സാഹചര്യം ഉണ്ടായിരുന്നു. അടച്ചതിന് ശേഷം തുടർന്ന് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഒക്കെയും സ്ഥലത്ത് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, ഇപ്പോഴും പരിശോധന അവിടെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ആ മേഖലയിൽ വിഴിഞ്ഞത്ത് നമുക്കറിയാം, പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ വിഭാഗങ്ങളൊക്കെ ഉണരുന്നത് എന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കണം, മരണങ്ങൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത്തരം പരിശോധനകളൊന്ന് സജീവമാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ അരുണ്. വ്യാപകമായ പരിശോധന എല്ലാ ഹോട്ടലുകളിലും ഉണ്ടോ, അതോ ഈ പറഞ്ഞ ഹോട്ടൽ മാത്രമാണോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശത്ത് ഉൾപ്പെടെ വ്യാപകമായ ഒരു പരിശോധന നടത്താൻ തന്നെയാണ് അധികൃതർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയം വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ അതല്ല ഒരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യം. കാരണം ഈ പ്രദേശത്ത് മീൻ വിഭവങ്ങൾ ഉൾപ്പെടെ മീൻ ലഭ്യത, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മീൻ വരുന്നത്, അതിന്റെ പഴക്കം, അതൊന്നും നോക്കാൻ ഒരു സംവിധാനവും ഈ പ്രദേശത്തോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവമായ ഒരു പരാതിയായി അല്ലെങ്കിൽ ആക്ഷേപമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം മത്സ്യം കിട്ടുന്നു, അത് പറയുന്ന വിലയ്ക്ക് വാങ്ങിപ്പോകുന്ന വീട്ടമ്മമാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ എന്താണ് ഇതിന്റെ ഗുണനിലവാരം, അല്ലെങ്കിൽ ഇതൊരു ഉറപ്പുണ്ടോ എന്ന് വരുത്താൻ ആരും ഇതിന് മുതിരുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ ഹോട്ടൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രദേശത്തൊക്കെ പരിശോധന ഉണ്ട്. എന്നാലും ഇപ്പോൾ ഫലം കാത്തിരിക്കുകയാണ് പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവരെല്ലാവരും. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.